വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ മഹിളാ മോർച്ച സംഘടനയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ആലപ്പുഴയിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കും. ബുധനാഴ്ച വൈകിട്ട് 4:30 ആലുക്കാസ് മൈതാനത്തിന് സമീപത്തു നിന്ന് ടൗൺ ഹാളിലേക്കാണ് റാലി. റാലിയിൽ 2000 വനിതകൾ അണിനിരക്കും. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണ് കോൺഗ്രസ് അട്ടിമറിച്ചതെന്ന് മഹിളാ മോർച്ച ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി ആശാ മുകേഷ്, ജില്ലാ പ്രസിഡന്റ് പ്രീതി ഷാജി, ബീന കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സൗമ്യ ഹരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കിയെങ്കിലും അത് അംഗീകരിക്കപ്പെടുകയോ നിലവിൽ വരികയോ ചെയ്തിട്ടില്ല. അതിനെതിരെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഏപ്രിൽ 17-ാം തീയതി വനിതാ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇതിനെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ അട്ടിമറിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ നമ്മളിവിടെ പ്രതിഷേധിക്കുകയാണ്. മഹിളാ മോർച്ച, ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം ഓരോ പ്രതിഷേധ പരിപാടികളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 33% സ്ത്രീ സംവരണം നടപ്പിലാക്കുമ്പോൾ അതനുസരിച്ച് പാർലമെന്റിലും അസംബ്ലിയിലും നമുക്ക് പ്രാതിനിധ്യം കൂടുകയും സ്ത്രീകളുടെ അവകാശങ്ങളും സമത്വം, ആത്മാഭിമാനം എന്നിവ ഉയർത്തിക്കാട്ടുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇത് അട്ടിമറിക്കുകയും അവർ ആ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനെതിരെയാണ് ഇന്നിവിടെ നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇവർ നടപ്പിലാക്കുക ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഈ വരുന്ന 29-ാം തീയതി ഞങ്ങൾ വളരെ നല്ലൊരു പ്രതിഷേധമാണ് കാഴ്ചവെക്കാൻ പോകുന്നത്. 2000 സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ആലപ്പുഴ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ, മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വളരെ നല്ലൊരു പ്രതിഷേധ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്.